ശബരിമലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ കേന്ദ്രം നിർദ്ദേശത്തിന്റെ തെളിവ് ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ സംഭവം അരങ്ങേറുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദിയാണ് ഞാനെന്ന് വിചാരിച്ച് ചോദിക്കുന്ന ചോദ്യമാണെന്നും ഞാൻ കള്ളം പറയാറില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി തെളിവുകൾ നിരത്തുകയായിരുന്നു. കേന്ദ്രം ശബരിമലയിൽ 144 പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടോ എന്ന ചോദ്യത്തിനാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. നരേന്ദ്രമോദിയാണ് ഞാനെന്ന് വിചാരിച്ച് ചോദിക്കുന്ന ചോദ്യമാണത്. ഞാൻ കളവ് പറയാറില്ല, സാധാരണ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. തെളിവുണ്ടോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചാലോ എന്ന് കരുതി ആ കടലാസം എടുത്താണ് ഞാനിവിടെ വന്നത്. 11-034/1/2018 ISIB കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര സുരക്ഷ ഫസ്റ്റ് ഡിവിഷൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. തുടർന്ന് 144 പ്രഖ്യാപിക്കാൻ കേന്ദ്രം അറിയിച്ച സർക്കുലറിന്റെ ആദ്യ വാചകങ്ങൾ പിണറായി വാർത്താ സമ്മേളനത്തിൽ വായിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന് ഇതേ നിലപാട് എടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ സംസ്ഥാന സർക്കാരും എടുത്തിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അയ്യപ്പൻ എന്ന പേര് പറയുന്നവരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം തെറ്റാണെന്നും ശബരിമലയുടെ പേരിൽ അദ്ദേഹം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. ശബരിമലയുടെ കാര്യത്തിൽ മോദി പച്ചക്കള്ളമാണ് പറയുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണ് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തെറ്റ് ചെയ്താൽ ആരായാലും സംസ്ഥാന സർക്കാർ നടപടിയെടുക്കും. രാജ്യത്ത് നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മോദിക്കും ബാധകമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസാരിച്ചത്. ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരാണ്. എന്നിട്ട് മോദിയുടെ അനുഗ്രഹാശിസുകളോടെ തന്നെ ശബരിമലയിൽ ആക്രമികളെത്തി. അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ചിലർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത്. അയ്യപ്പന്റെ പേര് പറയുന്നവരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെന്ന പ്രചരണം പച്ചക്കള്ളമാണ്. കേരളത്തിലെത്തിയ മോദി വിശ്വാസികൾ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ തമിഴ്നാട്ടിൽ ചെന്ന് ശബരിമലയുടെ പേരിൽ പച്ചക്കള്ളം പറയുകയാണെന്നും പിണറായി ആരോപിച്ചിരുന്നു. BJP RSS പ്രവർത്തകരെല്ലാം സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് മോദി പറയേണ്ടിയിരുന്നത്. ഇപ്പോൾ അമിത്ഷാ തള്ളിപ്പറഞ്ഞത് മുസ്ലിം ലീഗുമായി പണ്ടേ കോലീബി സഖ്യം ഉണ്ടാക്കിയത് മറക്കരുത്. സംസ്ഥാനത്ത് ഇപ്പോഴും കോൺഗ്രസും BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥി താൻ ജയിച്ചാൽ BJPയിലേക്ക് പോകില്ലെന്ന് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. ഇയാൾ ജയിച്ചാൽ കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്ന് അയാൾക്ക് തന്നെ ഉറപ്പില്ല. എന്തൊരു ഗതികേടാണിത്. 2004-ൽ 18 സീറ്റ് കിട്ടിയതുപോലെ ഇത്തവണയും ഇടതുപക്ഷത്തിന് മികച്ച നേട്ടം ഉണ്ടാക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.